അമ്മേ, ഞാൻ ഇറങ്ങുവാ. കുക്കു ഇത് എവിടെ പോയതാ മമ്മി? ആ, അവൾ അഞ്ജന മോളെ കാണാൻ പോയതാ, എൻഗേജ്മെന്റിനെ ക്ഷണിക്കാൻ. ആ പിന്നെ സീമയും ജയനും കൂടി രാവിലെ തന്നെ അവരുടെ തറവാട്ടിലോട്ട് പോയിട്ടുണ്ട് എൻഗേജ്മെന്റിന് ക്ഷണിക്കാനായിട്ട്. ആഹാ, അതെന്തായാലും നന്നായി. വന്നിട്ട് ഇതുവരെ പോയില്ലായിരുന്നല്ലോ. എന്തായാലും സീമയുടെ ആങ്ങളെയും കാണും. സ്മൃതിമോൾ എവിടെ? ആ, അവൾ അവിടെ അപ്പുറത്തിരുന്ന് എന്തോ വായിക്കുന്നുണ്ട്. പിന്നെ നിരഞ്ജനും നിരൂപും പോയായിരുന്നോ അവരുടെ കൂടെ? ആ എന്തോ അതറിയില്ല, കണ്ടില്ല ഞാൻ. ഏട്ടൻ പോകുന്നില്ലേ ഇന്ന്? ആ ഞാൻ പോകുന്നുണ്ട്, കുറച്ച് വൈകിയേ ഉള്ളൂ. ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞ് ലീവ് അങ്ങ് എടുത്തേക്കാം. എൻഗേജ്മെന്റ് വിളിക്കേണ്ടവരുടെ ലിസ്റ്റൊക്കെ ഇടണം. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കണ്ടേ. ഇനി അധികം ദിവസമില്ലല്ലോ. ഓടാൻ നമ്മളൊക്കെ തന്നെ വേണ്ടേ എല്ലാത്തിനും. എല്ലാം ശരിയാക്കാം. ജീവനും സീമയും കൂടെ വന്നോട്ടെ. പിള്ളേരുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അവരുടെ എല്ലാം എൻഗേജ്മെന്റ്, നമ്മുടെ അല്ലല്ലോ. എത്ര പെട്ടെന്നല്ലേ നമ്മുടെ മക്കൾ വളർന്നത്. ഇപ്പോഴേ കല്യാണപ്രായമായി. എത്ര വലുതായാലും ഇപ്പോഴും അവർ രണ്ടും എനിക്ക് ആ പൊടിക്കുപ്പി പിള്ളേർ തന്നെയാണ്. നമ്മളെ വിട്ട് ഇനി വേറെ ആരുടെയോ സ്വന്തമാകാൻ പോകുന്ന ഓർക്കുമ്പോൾ ഹോ, എന്താ മനുഷ്യ, കൊച്ചു പിള്ളേരെ പോലെ. നമ്മുടെ മക്കൾ അതിന് ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത്, ഇവിടെ അടുത്തേക്ക് തന്നെയല്ലേ. അത് തന്നെ വലിയൊരു ആശ്വാസമല്ലേ. പക്ഷേ കുക്കുവിന്റെ കാര്യത്തിൽ എനിക്കെന്തോ വല്ലാത്തൊരു പേടിയുണ്ട്. എന്തിന്? കുക്കുവിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതല്ലേ. അത് സിദ്ധാർത്ഥ അറിയുമ്പോൾ ദേ, നിങ്ങളിപ്പോൾ അതൊന്നും ആരുടെ മുന്നിൽ എഴുന്നള്ളിക്കാൻ നിൽക്കേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതും പറഞ്ഞ് വെറുതെ ഉള്ള സമാധാനം കളയാനായിട്ട്. എനിക്കാണെങ്കിൽ ആകെ ഒരു കാര്യത്തിലേ പേടിയുള്ളൂ. അതെന്താ? സിദ്ധാർത്ഥിന്റെ ഫാമിലി കുക്കുമോളെ എങ്ങനെ നോക്കുക എന്നുള്ള കാര്യം. നമ്മുടെ കൊച്ച് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണെങ്കിലും ചെന്ന് കയറുന്ന വീട്ടിൽ അവളുടെ ലൈഫ് എങ്ങനെയാവും എന്നൊക്കെ ഓർക്കുമ്പം എല്ലാ അമ്മമാർക്കും ഒരു പേടി ഉണ്ടാവല്ലേ. അതുപോലെ ഒരു പേടി എനിക്കും ഉണ്ട്. എന്റെ കൂടെ ഈ വീട്ടിലേക്ക് വന്ന് കയറിയപ്പം നിനക്ക് പേടിയുണ്ടായിരുന്നോ? ആ, അത് പിന്നെ നിങ്ങളുടെ അമ്മ ഒരു പാവമായിരുന്നല്ലേ. പിന്നെ നിങ്ങൾ ആള് സ്വീറ്റ് ആയിരുന്നല്ലോ. അതെന്താടി, ഞാനിപ്പോ സ്വീറ്റ് അല്ലേ? ശേ, ഇതെന്തീ കാണിക്കുന്നത്? ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? പിള്ളേരപ്പുറത്തുണ്ട് കേട്ടോ. ഓ പിന്നെ റൊമാൻസിന് അങ്ങനെ കാലവും സമയവും പ്രായവും ഒന്നും ഇല്ല എന്റെ നിമ്മി. നീ ഇങ്ങ് വന്നേ. ആന്റി, നിമ്മി ആന്റി. മോനെ, എന്താടാ? ഒന്നുമില്ല ആന്റി, ഇത് ഏട്ടത്തിയുടെ പവർ ബാങ്ക് ആണ്, എന്റെ കയ്യിലായിപ്പോയെന്നല്ല. ഇതൊന്ന് കൊടുത്തേക്കണേ. ആ മോനെ, നിങ്ങൾ തറവാട്ടിൽ പോയില്ലേ? ആ, ഞാനും ഏട്ടനെ ഇറങ്ങാൻ നിൽക്കുക. അമ്മയും അച്ഛനും അമ്പലത്തിൽ കയറിയിട്ട് അതുവഴി അങ്ങ് വരാന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേരം ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ആ മോനെ, എങ്കിൽ പോയിട്ടോ. ആ ഓക്കെ ആന്റി. കുക്കു കോളേജിൽ പോയോ? ഞങ്ങൾ ആ വഴിക്കാ. അവളെ ഡ്രോപ്പ് ചെയ്യണോ? ഇല്ല മോനെ, അവളിപ്പോ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇന്ന് കോളേജില്ല, അതുകൊണ്ട് കൂട്ടുകാരിയെ കാണാൻ പോയതാ. എവിടെ? ഇവിടെ അടുത്താ, തിരുവഞ്ചൂര്. ആ ശരി ആന്റി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ആ മോനെ. ഇത്രയും രാവിലെ അവള് പോയിട്ടുണ്ടെങ്കിൽ അത് അവനെ കാണാൻ വേണ്ടി തന്നെയാ. അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ജയേട്ടാ, സീമയ്ക്കും ജീവനും കുക്കുവിനെ നിരഞ്ജന്റെ പെണ്ണായി കൂടെ കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആഹാ, അതിന് കുക്കു നിരഞ്ജന പരസ്പരം അടിയുണ്ടാക്കാനല്ലേ വാ തുറക്കുള്ളൂ. അതുകൊണ്ടാവും അവരത് ഉപേക്ഷിച്ചത്. സത്യത്തില് നിരഞ്ജൻ മോനായിരുന്നു നമ്മുടെ മരുമോനെങ്കിൽ അല്പം സമാധാനം ഉണ്ടായേനെ. ഒന്നുമില്ലേലും മോളെ കാണാറുന്നല്ലോ നമുക്കെന്നും. ഓരോരുത്തർക്ക് ഓരോ വിധിയല്ലേ നിമ്മി. കുക്കുവിന്റെ വിധി സിദ്ധാർത്ഥാവും. എന്താടാ നിന്റെ മുഖം ഇഞ്ചി അടിച്ച പോലെ ഇരിക്കുന്നത്? ഒന്നുമില്ല, തറവാട്ടിലേക്കല്ലേ പോകുന്നത്, അതിന്റെ ഒരു വൈറ്റ് ക്ലബ്. മീനാക്ഷി ഉള്ളതുകൊണ്ടാണോ? അതുകൊണ്ട് ഇന്നലെ കാണാൻ പറ്റാത്തതിന്റെ മുഴുവൻ അവളെന്ന് കത്തിവെച്ച് തീർക്കും. ഡേട്ടാ കൂടിപ്പോയാ 15 മിനിറ്റ്, അത് കഴിഞ്ഞ് ഞാനിങ്ങ് പോരും. ഓ ആയിക്കോട്ടെ, നീ വാ, വന്ന് വണ്ടി എടുക്ക്. അപ്പോ ഞങ്ങൾ വന്ന കാര്യം പറയാം. നിരൂപമോന്റെ എൻഗേജ്മെന്റ് പറയാൻ വന്നതാ. ഈ വരുന്ന ഞായറാഴ്ചയാണ്. പെങ്കൊച്ചിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ജയന്റെ മോള് സ്മൃതിയാണ്. ആ എനിക്കറിയാം, അവരെ നല്ല പിള്ളേരാ. ആഹാ, മീനാക്ഷി മോൾ എന്താ ഈ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്? അവര് വന്നില്ലല്ലോ ആന്റി, നിരൂപേട്ടനും നിരഞ്ജനേട്ടനും. അവരിപ്പോ വരും മോളെ, ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ആഹാ, എത്തിയല്ലോ രണ്ടാളും. ആ മക്കളെ വാ, കേറി വാ. നിങ്ങളെന്താ വൈകിയത്? ആ ബൈപ്പാസ് എത്തിയപ്പം കുറച്ച് ബ്ലോക്ക് ആയിരുന്നു അച്ഛാ, അതാ. മീനാക്ഷി മോളെ നിങ്ങളെ നോക്കി ഇരിക്കുവായിരുന്നു. നിരൂപേട്ട കൺഗ്രാറ്റ്സ് കേട്ടോ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. കൊച്ചു കള്ളൻ. ഒന്ന് പോയേ മീനു. നിരഞ്ജനേട്ട ഒരു മിനിറ്റ് ഒന്ന് വരുവോ? ഇവളിപ്പോ എന്തിനാ എന്നെ വിളിക്കുന്നേ?
ചെല്ലടാ ചെല്ല്, പരിഭവം പറയാനായിരിക്കും. ഒന്ന് പോയേട്ടാ. എന്താ മീനു? ഏട്ടാ, ഇന്നലെ ആരാ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിച്ചപ്പോ കോൾ എടുത്തേ? ഞാൻ അല്ലാണ്ടാര്? ഏട്ടനല്ല, ഒരു പെണ്ണ്. പെണ്ണോ? അവൾ എന്നോട് പറയാ ഏട്ടൻ അവൾക്ക് ഐസ്ക്രീം മേടിക്കാൻ പോയിരിക്കുവാണ്. ഏട്ടന്റെ ഭാര്യയാണ് അവള്. 5 മാസം കഴിഞ്ഞ നിങ്ങളുടെ പ്രൊഡക്ഷൻ എന്നൊരു ആൽബം റിലീസ് ചെയ്യും. ഏട്ടന് ഞാൻ എന്നെ വിളിച്ച എന്റെ കാല് തല്ലി ഒടിച്ച് മുല്ലപ്പന്തൽ ഷാപ്പിൽ കൊണ്ട് സപ്ലൈ ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടാ. ഇതിപ്പോ ആരാ ഇങ്ങനെയൊക്കെ പറയാ? എന്റെ ഫോൺ എടുത്ത് ഇവളോട് ഇമ്മാതിരി നട്ടാ കുരുക്കാത്ത നോണ പറയണമെങ്കിൽ ഇതവള. അവക്കേ ഇതൊക്കെ പറയാൻ പറ്റും. ആദ്യമായിട്ട് ആ കുരുപ്പിനെ കൊണ്ടൊരു ഉപകാരം എനിക്കുണ്ടായി. നിരഞ്ജനേട്ടൻ എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ മീനാക്ഷി, ഇത് ഞാൻ നിന്നോട് എങ്ങനെ പറയുമെന്നോർത്ത് ഇരിക്കുമായിരുന്നു. എന്താ ടെൻഷൻ ആക്കാതെ കാര്യം പറ. ഇന്നലെ നീ വിളിച്ചപ്പം ഫോൺ എടുത്തത് എന്റെ ഭാര്യയാണ്. ആ അതെ, ഇവിടെ ആർക്കും അറിയില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവളെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഇപ്പൊ ഞങ്ങള് ഗിറ്റാർ വായിക്കുന്ന വെളുത്ത കൊച്ചിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സത്യമാണോ? ആ സത്യം. മണ്ടി എല്ലാം വിശ്വസിച്ചു. ഇല്ല മീനാക്ഷി, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി. നീ എന്നോട് ക്ഷമിക്കണം. ഇനു, ഞാൻ ഈ കോൾ എടുക്കട്ടെ, അർജന്റാ. ഏട്ടാ, ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തോട്ട് പോവാം. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ വന്നേക്കാം. അമ്മേ, ആഹാ, ഇതാരാ? കുക്കുമോളോ? ഈ വഴിയൊക്കെ മറന്നോ? സമയം കിട്ടുന്നില്ല അമ്മേ, അതാ. ആ, മോളെന്തിനാ വന്നത്? ഞാൻ രാഹുലേട്ടനെ കാണാനായിട്ട് വന്നത്. ആ, അവൻ റൂമിലുണ്ട്. മോള് പോയി കണ്ടിട്ട് വാ. അമ്മ ചായ എടുക്കാം. ശരി അമ്മേ. നീ എന്താ ഇവിടെ? പറയാം. അതിനു മുമ്പ് അവളെവിടെ? കുക്കു, നീ എപ്പോഴാ വന്നത്? ഞാനിപ്പോ വന്ന് കയറിയതേ ഉള്ളൂ. നീ വാ. ചായ കുടിക്കും മോളെ. അമ്മേ, ഞാൻ പുറത്തേക്ക് പോവാ. പറ, എന്താ നീ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അതൊക്കെ ഉണ്ട്. നീ വാ, നമുക്കൊരല്പം മാറി നിൽക്കാം. കുക്കു, എന്താ കാര്യം? നീ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കാതെ. സംഗതി നിന്റെ നിൽപ്പിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്പം ഗൗരവമാണെന്ന്. എന്താടി പ്രശ്നം? പ്രശ്നം രാഹുലാണ് അഞ്ജന. ഏട്ടനോ? ചേച്ചിക്ക് ഇപ്പോൾ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ചെക്കൻ ഡോക്ടറാണ്. അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്. ഈ വരുന്ന സൺഡേ എൻഗേജ്മെൻ്റ് ആണ്. കൂട്ടത്തിൽ എൻ്റെയും കാണും. ഓക്കെ, ഇപ്പോഴും നീ കാര്യം പറഞ്ഞില്ല. പറയാം. രാഹുലേട്ടനും ചേച്ചിയും ഇഷ്ടത്തിലായിരുന്നു നിനക്കറിയാമല്ലോ. ഒരിക്കലും ഇത് നടക്കാൻ പാടില്ല എന്നും നിനക്കറിയാം. എന്നേക്കാൾ നന്നായിട്ട് നിന്റെ ചേട്ടൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. എനിക്കെല്ലാം അറിയാമല്ലോ കുക്കു. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഞാൻ എങ്ങനെ ചേച്ചിയുടെയും രാഹുലേട്ടൻ്റെ ബന്ധം ന്യായീകരിക്കും? ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഞാനതിന് ഒരുപാട് ശ്രമിച്ചതാ. പ്രണയത്തിൽ അന്ധയായ അവള് ഞാൻ പറഞ്ഞത് കൂട്ടാക്കിയില്ല. അവസാനം അവളെല്ലാം സ്വയം തിരിച്ചറിഞ്ഞു. ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നു എൻ്റെ ഏട്ടൻ. നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അവൻ്റെ കൈയും കാലും കൂടി നിനക്കങ്ങ് അടിച്ചൊടിച്ചൂടായിരുന്നോ? ആര് ചോദിക്കാൻ വരൂലായിരുന്നു നിന്നോട്? എനിക്ക് ചെയ്യാമായിരുന്നു. നിങ്ങളെ രണ്ടാളെ ഓർത്തിട്ടാ. രാഹുലേട്ടനല്ലേ ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. അതാ ഞാൻ പുറത്തുനിന്ന് ഒരാളെ നോക്കുമ്പം ഞാനിതിൽ ഇടപെടുന്നത് മോശമാണെന്ന് പറയും. ഞാൻ ചേച്ചിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ ചതിക്കുന്നത് പോലെ. പക്ഷേ എനിക്കെൻ്റെ ചേച്ചിയാണ് വലുത്. അവളെൻ്റെ ചേച്ചിയല്ല, അമ്മയും കൂടിയാണ്. എൻ്റെ അമ്മയ്ക്ക് ദോഷം വരുന്നൊന്നും ഞാൻ ചെയ്യില്ല. ചേട്ടനോട് ഞാൻ എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ വലിയ മനസ്സാണ്. ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടും മനസ്സറിഞ്ഞ് എൻ്റെ ചേച്ചിയെ സ്വീകരിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. കുട്ടിക്കാലത്ത് എൻ്റെ കയ്യിലൊരു മുള്ളു കൊണ്ടാൽ പോലും എൻ്റെ ചേച്ചി സഹിക്കില്ല. അങ്ങനെയുള്ള ചേച്ചിയെ ഞാൻ എങ്ങനെയാ ഈ അപകടത്തിലേക്ക് തള്ളിവിടുന്നത്? അതാ ഞാൻ. കുക്കു, നീ കരയരുത്. കണ്ണു തുടയ്ക്ക്. നിന്നെ വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. അത്രയ്ക്ക് നന്ദിയുള്ള കുട്ടിയാണ് നീ. ഒരിക്കലും എല്ലാം നശിച്ചെന്ന് ഞാൻ വിചാരിച്ച സമയത്ത് ഈശ്വരനെ പോലെ എന്നെ രക്ഷിച്ചവളാണ് നീ. നീ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയരുത്. എനിക്ക് സങ്കടമാവും. ഏട്ടനോട് ഞാൻ പറയാം സ്മൃതി ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. ഇനി നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം. പിന്നെ ഇത് നിൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാനെടുത്ത മെമ്മറി കാർഡും ഫോണുമാണ്. ഇതിനകത്തായിരുന്നു ക്ലിപ്പിങ്സൊക്കെ. ഞാനെല്ലാം ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ നിന്നെ അല്ലാതെ ഇത് വേറെ ആരെയും വിശ്വസിച്ചേൽപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അതാ. നീ പേടിക്കണ്ട, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. എന്നാൽ
ഞാൻ ഇറങ്ങുക. അമ്മയോട് പറഞ്ഞേക്ക്. പിന്നെ എൻഗേജ്മെൻറ്റിന് നീ വരണം, അമ്മയും കൂട്ടി. ശരിടി. കുക്കു, ഇനി കരഞ്ഞ് അസുഖമൊന്നും വരുത്തി വെക്കരുത്. ശരി എന്നാ. ഒഴിവാക്കാൻ പോയതാകുമല്ലേ മുൻകാല കാമുകനെ. മനസ്സിലിപ്പോൾ എനിക്കൊരു രൂപം ചാർത്തി തന്നിട്ടുണ്ടല്ലോ, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. മഞ്ഞപ്പിത്തം പിടിച്ചവൻ്റെ കണ്ണിൽ കാണുന്നതെല്ലാം മഞ്ഞായിരിക്കും. എത്ര കാലം നിന്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലോ. നിനക്ക് നാണയില്ലേ ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ട് സ്വയം നിന്ന് ന്യായീകരിക്കാൻ? ഡേ റോഡാ വഴിവെക്ക എന്നൊന്നും ഞാൻ നോക്കില്ല, വല്ലതും വിളിച്ച് പറയും ഞാൻ. പിന്നെ ഒരു കാര്യം, തന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. അല്ല, താനൊരു ഡോക്ടറല്ലേ, തനിക്ക് ഹോസ്പിറ്റലിൽ വേറെ ജോലി കൂലിയൊന്നുമില്ലേ? ഏതു നേരം എൻ്റെ പുറകെയാണല്ലോ. അതെ, ഞാനൊരു കല്യാണം ഉറപ്പിച്ച പെണ്ണ. താൻ ഇങ്ങനെ എൻ്റെ പിന്നാലെ നടന്ന അതെങ്ങാനും ഇനി സിദ്ധാർത്ഥൻ്റെ വീട്ടുകാർ കണ്ട എന്നെ പറ്റി അവരെന്താ വിചാരിക്കും? അതുകൊണ്ട് മോൻ പെട്ടെന്ന് തന്നെ ജീവനങ്ങളോടും സിമാൻഡോടും പറഞ്ഞ് ഒരു പെണ്ണെ കണ്ടുപിടിച്ച് തരാൻ പറ. ഇല്ലെങ്കിൽ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും, പോരാത്തന്നെ വേറെ പെമ്പിള്ളാരുടെ പുറകെ നടക്കും. അപ്പം ശരി എന്നാ, പോട്ടെ ഡോക്ടറേട്ടാ. ഓ, ഇവളെ ഞാൻ എന്തൊരു നീള ഇവളെ നാക്കിന്. നീ എന്താ മീനാക്ഷി എന്തോ കളഞ്ഞു പോയതുപോലെ നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. അല്ലളിയ, നിരൂപമാന്റെ കാര്യം തീരുമാനമായ സ്ഥിതിക്ക് നിരഞ്ജന്റെയും മീനാക്ഷിയുടെയും കൂടെ അത് നമുക്ക് നോക്കാളിയാ. എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. എല്ലാരും ഞായറാഴ്ച അങ്ങോട്ട് എത്തിക്കണം. അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? ഞങ്ങൾ വരും. അമ്മാവ, മനുവിനെ ഞാൻ വിളിച്ചോളാം കേട്ടോ. വിളിച്ചാലും വരുമെന്ന് തോന്നുന്നില്ല മോനെ. നോക്കാം. മീനാക്ഷി, ഏട്ടൻ ഇറങ്ങും കേട്ടോ. ഏട്ടാ, ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്താ മീനു? നിരഞ്ജനേട്ടൻ കല്യാണം കഴിച്ചോ? ആ പെണ്ണ് പ്രഗ്നന്റ് ആണോ? നിന്നോട് ഇതാരാ പറഞ്ഞത്? അപ്പൊ സത്യമാണോ? നീ ഇപ്പൊ ഈ അറിഞ്ഞ കാര്യം ആരോട് പറയണ്ട. ഞാൻ വിശദമായിട്ട് പിന്നീട് ഒരു ദിവസം നിനക്ക് പറഞ്ഞു തരാമല്ലോ. എന്നെ വേറെ ആരെങ്കിലും കെട്ടിയുണ്ടല്ലോ, നോക്കിക്കോ, കൊല്ലും ഞാൻ രണ്ടിനെ. ആയിക്കോട്ടെ. എന്റെ അനിയൻ കെട്ടാച്ചനക്കായിട്ട് വീട്ടിൽ നിന്ന് പോയാലും ഈ കുടുംബത്തിലേക്ക് ഞാൻ അയക്കൂല. എന്റെ വഴികൾ വേറിട്ടതാണ്, വ്യത്യസ്തമാണ് മോളെ മീനാച്ചി. നീ നോക്കിക്കോ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന്. പോയോ അവള്? പോയി. ഏട്ടൻ അവിടെ നിന്നേ, എനിക്കൊന്ന് സംസാരിക്കണം. എനിക്കറിയാം, സ്മൃതിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിയണമെന്ന് പറയാൻ വേണ്ടിയല്ലേ അവള് വന്നത്. ഒഴിയണമെന്ന് ഞാൻ വിചാരിച്ചതാ, ബട്ട് ഇനിയില്ല. അവള് കഴിഞ്ഞ ദിവസം എന്നോട് കാണിച്ചതിനൊക്കെ ഞാൻ പകരം വീട്ടും. എൻ്റെ മുന്നിൽ കിടന്ന് ഒരുപാട് ഷുഗറക്കിയത് അവള്. അതുകൊണ്ട് സ്മൃതിയുടെ കല്യാണം ഞാൻ നടത്തില്ല. അതിനുള്ള പണി ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഏട്ടൻ വാ, ഇവിടെ അമ്മയുണ്ട്. എന്തിനാ ആ പാവത്തിനെ കൂടി ഇതൊക്കെ കേൾപ്പിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്നത്? നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, എനിക്ക് വേറെ ജോലിയുണ്ട്. ജോലിയല്ല, ജോലികൾ. ഒരുപാട് പെൺകുട്ടികളെ തൃപ്തിപ്പെടുത്താൻ വിളിക്കേണ്ട ജോലികൾ. ഏട്ടന്റെ വിചാരം എന്താ? ഏട്ടൻ കാണിക്കുന്നത് വലിയ സംഭവമാണെന്നാണോ? നീ എന്താ എന്നെ കുറ്റപ്പെടുത്താൻ ഇറങ്ങിയതാണോ? അല്ല ഏട്ടാ, ഏട്ടനീ ചെയ്യുന്നതിന്റെ ബാക്കി ഫലം ഞങ്ങൾ കൂടിയല്ലേ അനുഭവിക്കേണ്ടി വരുന്നത്. എന്താ? ഏട്ടനീ ചെയ്യുന്ന തെറ്റുകൾ ഒരു ദൈവം പൊറുക്കില്ല. ഓരോ പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശത്താക്കി ഉപയോഗിച്ചു കഴിഞ്ഞ് വലിച്ചെറിയുക. അവർക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ടോന്നോ അവർക്കൊരു കുടുംബം ഉണ്ടോന്നോ ഏട്ടനെന്താ ചിന്തിക്കാത്തത്? ഞാനാണ് അവരുടെ സ്ഥാനത്തെങ്കിലോ? അഞ്ജന, നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ സംസാരം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാൻ ഞാനൊന്ന് പോയതാ. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവളില്ലേ, അവളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നീ ഭിത്തിയിൽ തൂങ്ങിയാനെ. പണ്ട് ഏട്ടൻ ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞ മുബീനെ പോലെ. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? +2 കാലത്ത് ഒരു ക്യൂരിയോസിറ്റിക്ക് തുടങ്ങിയതായിരുന്നു ഞങ്ങളുടെ പ്രണയം. ആളെ ഏട്ടനറിയാം, വിവേക്. ഏട്ടൻ്റെ കൂട്ടുകാരനാണ്. ഒരിക്കൽ എല്ലാ അർത്ഥത്തിലും ഒന്നാവാൻ അവൻ എന്നെ ക്ഷണിച്ചു. പെണ്ണല്ലേ വർക്കം, ചതിക്കില്ല എന്ന് വിശ്വസിച്ചു. കൂടെ പോയി. ഒന്നല്ല പലവട്ടം. ക്ലാസ് കട്ട് ചെയ്തു, അല്ലാതെ ഒക്കെ പല സ്ഥലത്തും പോയി. ഒരിക്കൽ കുക്കു ഞങ്ങളെ കൈയോടെ പിടിച്ച് രണ്ടുപേരെയും ശകാരിച്ചു. പക്ഷേ അവൾ പറയുന്നത് കേൾക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല. അവസാനം അവൻ എൻ്റെ കൈയൊഴിഞ്ഞു. ഒരു വിശക്കുപ്പിൽ ജീവിതം തന്നെ തീർക്കാൻ പോയ എൻ്റെ മുന്നിലേക്ക് അവനെ പിടിച്ചു വെട്ടിക്കൊണ്ടു തന്നത് അവളാ, കുക്കു. എൻ്റെ ജീവിതം നാശത്തിൻ്റെ വക്കത്ത് നിന്ന് തിരികെ കൊണ്ടുവന്നത്. ഏട്ടനെ സ്മൃതി ചേച്ചിയെ പോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പെണ്ണിനെ കെട്ടാൻ ഒരു യോഗ്യതയില്ല. കുക്കു ചെയ്തു തന്ന ഈ സഹായം ഓർത്തെങ്കിലും ഏട്ടൻ സ്മൃതി ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. കരയരുത്. കരയാൻ ഒരു യോഗ്യതയില്ല ഏട്ടന്. മറ്റുള്ളവരുടെ പെങ്ങന്മാരുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ ഓർത്തില്ല ഏട്ടന് ഒരു പെങ്ങളുള്ള കാര്യം.
രാഹുലിന്റെ കോളാണല്ലോ. ഇവനെന്തിനാ എന്നെ വിളിക്കുന്നത്? ഇനി കുക്കുമോളെ എന്തെങ്കിലും. ഹലോ സ്മൃതി, ഇത് ഞാനാ. മനസ്സിലായി. എന്തിനാ വിളിച്ചത്? താൻ പേടിക്കണ്ട. ചെയ്തു പോയ തെറ്റിന് മാപ്പ് അർഹിക്കുന്നില്ല എന്നെനിക്കറിയാം. എന്നാലും മാപ്പ് പറയാം നിന്നോട്. എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ക്ഷമ ചോദിക്കുമോ ഞാൻ നിന്നോട്? എൻ്റെ കണ്ണ് തുറപ്പിച്ചത് കുക്കുവാണ്. അവളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അവളെപ്പോലെ ഒരു അനിയത്തി നിന്റെ ഭാഗ്യമാണ്. പിന്നെ ഞാൻ പോവുക സ്മൃതി. ഇനി നിന്റെ ജീവിതത്തിൽ രാഹുൽ എന്ന അധ്യായം ഉണ്ടാവില്ല. നീ എന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. പക്ഷെ ഞാൻ സ്നേഹിച്ചത് നിന്റെ ശരീരത്തെ. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനല്ല. പിന്നെ കുക്കുവിനോട് ഞാൻ ക്ഷമ ചോദിച്ചതായിട്ട് പറയണം. ആൻഡ് അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. ഗുഡ് ബൈ. ആ നീ വന്നോ? അഞ്ജന മോളെ കണ്ടോ? എൻഗേജ്മെന്റിനെ വിളിച്ചോ? ഓ എൻ്റെ അമ്മയൊന്ന് ശ്വാസം വിട്. ആ അവളെ കണ്ടു, സംസാരിച്ചു, എൻഗേജ്മെന്റും വിളിച്ചു. പിന്നെ നിന്നെ ഇന്ന് സിദ്ധാർത്ഥ വിളിച്ചായിരുന്നു. എന്തിന്? ആ അതൊന്നും എനിക്കറിയില്ല. എന്നാ നീ തന്നെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കേ. അയ്യടാ എനിക്കൊന്നും വയ്യ. ഓ ഇങ്ങനൊരു പോത്ത് എൻഗേജ്മെന്റിനെ പറ്റി വല്ലതും ചോദിക്കാനായിരിക്കും. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ നീ. അപ്പൊ ചെറുക്കൻ പെണ്ണിനെ വിളിക്കുന്നൊക്കെ ഒരു നാട്ടു നടപ്പാ. ഓ എനിക്ക് ആ നടപ്പ് വേണ്ട. കല്യാണത്തിന് മുമ്പ് സൊള്ളല് തുടങ്ങും, എന്നിട്ട് കല്യാണം കഴിഞ്ഞ് പറയാൻ ഒരു കുന്തവും കാണില്ല. എനിക്കിപ്പോൾ വിളിക്കാൻ താല്പര്യമില്ല. ഡി ചേച്ചി, നീ എന്തുവാ ഈ ആലോചിച്ചിരിക്കുന്നത്? കുക്കുമോളെ അത്. എൻ്റെ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മോളെ, അത് പിന്നെ രാഹുൽ വിളിച്ചായിരുന്നു. രാഹുലോ? അവൻ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ പുറപ്പാട്? അവന് കിട്ടിയതൊന്നും പോരെ? ഇല്ല മോളെ, അങ്ങനെയല്ല. ചെയ്തു പോയ തെറ്റിനൊക്കെ ക്ഷമ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. നിന്നോട് ക്ഷമ ചോദിച്ചതായിട്ട് പറയാൻ പറഞ്ഞു. ഓഹോ, അപ്പ ആ മരപ്പെട്ടിക്ക് ബോധം വെച്ചു. ഇതങ്ങ് നേരത്തെ ചെയ്താൽ പോരായിരുന്നോ? ആ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. എന്തായാലും എല്ലാം കഴിഞ്ഞല്ലോ. ഇനി സമാധാനമായിട്ട് എനിക്ക് എൻ്റെ ചേച്ചിയുടെ കല്യാണം കൂടാം. എന്താടി, എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? കുക്കു മോളെ, നീ എന്താ ചെയ്തേ? ഇത്രയും വേഗം അവനൊരു മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. ഇതാണ് സത്യം. രാഹുൽ എന്ന അധ്യായം അവസാനിച്ചു. ഇനി എൻ്റെ ചേച്ചിയുടെ സ്നേഹം മുഴുവൻ എൻ്റെ നിരൂപേട്ടനുള്ളതാണ്. എൻ്റെ ചേച്ചിയുടെ സ്നേഹത്തിന് വേണ്ടി ആ പാവം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും നാള് ചേച്ചിക്ക് നിരൂപേട്ടനായിട്ട് അടുക്കാൻ പേടിയായിരുന്നു. ഇനിയിപ്പോൾ ആ പേടി വേണ്ട. വാനോളം സ്നേഹിക്കണം എൻ്റെ ഏട്ടനെ. ഹി ഡിസേർവ്സ് ഇറ്റ്. എനിക്കറിയാം മോളെ, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിരൂപേട്ടൻ എന്നെ. പക്ഷെ ഞാൻ ആ സ്നേഹത്തിന് അർഹയാണോന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട എൻ്റെ ചേച്ചിക്ക്. ജീവിതം ഒന്നേ ഉള്ളൂ. അത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. എൻ്റെ ചേച്ചിക്ക് അതിന് പറ്റും. ചേച്ചി, ഞാനിപ്പോൾ വരാം. ഹലോ കുക്കു, രാഹുലേട്ടൻ ഇവിടെ നിന്ന് പോവുക. ഇനി ഉടനെയൊന്നും തിരിച്ചു വരില്ല എന്ന്. നിന്റെ ഏട്ടൻ വിളിച്ചായിരുന്നു ചേച്ചിയെ. ചെയ്തു പോയ തെറ്റിനൊക്കെ മാപ്പും പറഞ്ഞു. ആണോ? അതെന്തായാലും നന്നായി. കുക്കു, എൻ്റെ ഏട്ടന് വേണ്ടി ഞാനും നിന്നോട് മാപ്പ് ചോദിക്കുക. ഏയ് അതൊന്നും സാരമില്ലേടി, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ആൻഡ് താങ്ക് യു സോ മച്ച് എൻ്റെ ചേച്ചിയെ രക്ഷിച്ചതിന്. എന്താടി ഇതൊക്കെ? സ്മൃതി ചേച്ചി എൻ്റെ കൂടെ ചേച്ചിയല്ലേ? അപ്പം ശരി, എന്നാ നമുക്ക് എൻഗേജ്മെൻറ്റിന് കാണാം. നിമ്മി, മക്കളോടെല്ലാം ഇങ്ങ് വരാൻ പറ. അവരുടെ അല്ലേ എൻഗേജ്മെന്റ്. ആ ഞാൻ വിളിക്കാം. ആ വിളിക്കേണ്ടി വന്നല്ലോ. ദേ വന്നു രണ്ടാളും. എന്താ അമ്മേ ഇവിടെ ഒരു ചർച്ച? ആ പറയാം, രണ്ടാളും വാ. നിരൂപം നിരഞ്ജനും ഇവിടെ. ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. മക്കളെ ഇങ്ങ് ഇറങ്ങി വന്നേ. ആ വരുന്നു അമ്മ. ആ മക്കളെ, നിങ്ങളിരിക്കും. ഞങ്ങള് വിളിപ്പിച്ചതിന്റെ കാര്യം മനസ്സിലായി കാണുമല്ലോ. എൻഗേജ്മെന്റിന്റെ കാര്യം തീരുമാനിക്കാൻ വേണ്ടിയാ. ഇപ്പോ നിങ്ങൾ എല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചാ പോരെ? ആ ഞങ്ങൾ തീരുമാനിച്ചോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ വിളിപ്പിച്ചത്. എനിക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല അമ്മേ, നിങ്ങളുടെ ഇഷ്ടം. എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം പറയാം. എൻഗേജ്മെന്റിന് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിക്കാം. ഒരു 250 പേര് നിൽക്കുന്ന പോലെ. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിവാഹത്തിന് വിളിച്ചാൽ പോരെ? കുറെ എണ്ണം ഉണ്ടല്ലോ. പിന്നെ വീട്ടിൽ വെച്ച് തന്നെ എൻഗേജ്മെന്റ് നടത്താം. വിശാലായ മുറ്റം ഉണ്ടല്ലോ ഇവിടെ. ഇവന്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം. പിന്നെ ഫുഡ്, ആ ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ, അത് മസ്റ്റ് ആണേ. ഓഹ്, ഇങ്ങനൊരു തീറ്റിപ്പണ്ടാരം. ആ അതൊക്കെ അങ്ങനെ തന്നെ. ബൊഫേ സെറ്റ് ചെയ്യാം. പിന്നെ വേറൊന്നുമില്ല. ബാക്കിയൊക്കെ കല്യാണത്തിന്. എൻഗേജ്മെന്റ് തലേന്ന് നിരൂപ് പോയി കല്യാണ തീയതി കുറിച്ച് മുഹൂർത്തം പോയി വാങ്ങിക്കൊണ്ട് വരണം കേട്ടോ. ആ ശരി അങ്കിൾ, ഞാൻ പോയി മേടിച്ചോളാം. വേറൊന്നുമില്ല. ആ പിന്നെ മക്കളുടെ ഡ്രസ്സ് എടുക്കാനും ബാക്കിയുള്ള ആഭരണങ്ങൾ എടുക്കാനൊക്കെ നമുക്ക് അടുത്ത ദിവസം പോവാം. പിന്നെ കുക്കു, സിദ്ധാർത്ഥ് വരില്ല. അവർക്ക് കുക്കുവിന്റെ ഡ്രസ്സിന്റെ കളർ അയച്ചു കൊടുത്താൽ മതിയെന്ന്. ആ കളർ ഡ്രസ്സ് എടുത്തോളാന്ന്. ഔ ആശ്വാസായി. ആ എങ്കിൽ മക്കൾ അകത്ത് ചെന്ന് ഡ്രസ്സ്, ഓർണമെന്റ്സ് എന്താന്നൊക്കെ വെച്ചാൽ പാറ്റേൺ ഒക്കെ നോക്കി വെക്ക്. ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കാം. ചേച്ചി, നിങ്ങൾ രണ്ടാളും കൂടി നോക്ക്. എനിക്ക് നല്ല തലവേദന. ആണോ മോളെ? എന്നാ പോയി കിടന്നോ, ചേച്ചി അങ്ങോട്ട് വരാം. ശരി ചേച്ചി. ഓഹോ, തമ്പുരാട്ടി പോകുവാണോ?
ശരിയാക്കി തരാം. ഏട്ടാ ഞാനിപ്പോൾ വരാമേ. ആടാ. ഹലോ, ഇത് എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച്? ചുടുകാട്ടിലേക്ക് എന്തേ പോരുന്നോ? ഓ ഇപ്പം ഇല്ല, കുറച്ചുകൂടെ നാൾ ജീവിക്കണമെന്നുണ്ട്. അല്ല, എന്തേലും പ്രത്യേകമായി കഴിക്കാൻ തോന്നുന്നുണ്ടോ? എനിക്കൊരു ആനമുട്ട പുഴുങ്ങിയത് കഴിക്കണമെന്നുണ്ട്. എന്താ തരുവോ? അയ്യോ, അതൊക്കെ റിസ്ക് അല്ലേ ഈ സമയത്ത്? വല്ല മസാല ദോശയോ പച്ചമാങ്ങയോ പുളിയോ അങ്ങനെ എന്തേലും. ഇതൊക്കെ കഴിക്കാൻ ഞാൻ എന്താ ഗർഭിണിയാണോ? ഇത് കൊള്ളാം. നീയല്ലേ പറഞ്ഞത് മീനാക്ഷിയോട് 5 മാസം കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ എന്നൊരു ആൽബം റിലീസാവൂന്നൊക്കെ? ഈശ്വര, റൂട്ട് അങ്ങോട്ടായിരുന്നു. അല്ല, ഇതെപ്പോ സംഭവിച്ചു? കാറ്റടിച്ചപ്പോ പറ്റിയതാണോ? അത് ഞാൻ ഞാൻ വെറുതെ ഇങ്ങനെ. ആഹാ, എന്താ കെട്ടിയോളെ ഇങ്ങനെ ഒന്ന് പരിങ്ങുന്നത്? നമ്മുടെ കുഞ്ഞിന് സുഖല്ലേ? മാസം ഇപ്പൊ 4 ആയല്ലോ, എന്നിട്ട് വയറൊന്നും കാണുന്നില്ലല്ലോ. അത് ഞാൻ അവളെ അവളെ പറ്റിക്കാനായിട്ട്, അല്ല ഇയാൾക്കൊരു പണി തരാനായിട്ട്. ആ, ഇതെന്താ മോളെ ഇങ്ങനെ? നമ്മുടെ ആൽബത്തിന് സുഖമല്ലേ? ചേട്ടനൊന്ന് തൊട്ട് നോക്കട്ടെ. വാ വാ നോക്കട്ടെ. അയ്യേ, പോയെ. ഞാൻ വെറുതെ മീനാക്ഷി പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ, എനിക്കൊന്നുമില്ല. ഷോ, ഞാൻ അങ്ങ് ഒത്തിരി എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ആ പോട്ടെ. ഇയാൾക്ക് വട്ടുപോയോ? എനിക്ക് വട്ടായോന്നല്ലേ നീ ഇപ്പൊ ആലോചിക്കുന്നത്? വട്ടൊന്നുമല്ല. ഇന്ന് തറവാട്ടിൽ ചെന്നപ്പോൾ മീനാക്ഷി പറഞ്ഞു ആരോ ഫോൺ എടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു. ഈ മാതിരി നമ്പറൊക്കെ നീയേ എടുക്കുള്ളൂന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ നിരഞ്ജന്റെ കുഞ്ഞിന് ജന്മം നൽകാനൊന്നും കൃതികയ്ക്ക് ഈ ജന്മം കഴിയില്ല. കൃതികയ്ക്ക് എന്നല്ല, ആർക്കും. ചെല്ല്, പോയി കിടന്നോ. ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കിക്കോളാം ഈ കാറ്റടിച്ച് നമുക്കുണ്ടായ കുഞ്ഞിനെ. അല്ല, ഞാനിപ്പോൾ എന്തിനാ നാണിച്ചത്? അയ്യടാ, അങ്ങേരുടെ കുഞ്ഞ് മണ്ണാങ്കെട്ട. അതിന് അങ്ങേരെ സഹകരിച്ചാലും ഞാൻ സഹകരിക്കില്ല. ഞാനും ഗാന്ധിജിയൊക്കെ നിസ്സാരണ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാ. നിരുപേട്ട, ഞാൻ അങ്ങോട്ട് കുക്കുവിന്റെ അടുത്തേക്കൊന്ന് പോട്ടെ. തലവേദന എന്ന് പറഞ്ഞ് പോയതല്ലേ അവള്. അവക്ക് ചായ എന്തെങ്കിലും വേണമെങ്കിലോ? ആ സ്മൃതി, പിന്നെ കുക്കുവിന് തലവേദനക്കുള്ള ടാബ്ലറ്റ്സ് അങ്ങനെ എന്തെങ്കിലും വേണോ? വേണ്ട, അവളുടെ കയ്യിൽ കാണും ടാബ്ലറ്റ്സ്. ആ സ്മൃതി, കുക്കു വേറെ എന്തെങ്കിലും ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടോ? ഏയ് ഇല്ല. എന്താ നിരുപേട്ട ചോദിച്ചത്? ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം ഞാൻ അവളുടെ റൂമിൽ പോയപ്പം കുറച്ചധികം ടാബ്ലറ്റ്സിന്റെ പാക്കറ്റ് കണ്ടായിരുന്നു, അതാ ചോദിച്ചത്. അത് ചിലപ്പം അച്ഛന്റെ ഷുഗറിന്റെ ടാബ്ലറ്റ്സിന്റെ കവറൊക്കെ ആയിരിക്കും. അവർക്ക് ഈ കവറൊക്കെ പറക്കി വെക്കുന്ന ശീലം ഉണ്ടെന്നേ, അതായിരിക്കും. സ്മൃതി, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ നിരുപേട്ട? അത് പിന്നെ എന്താ നിരുപേട്ട, മുഖമൊക്കെ അങ്ങ് പെട്ടെന്ന് മാറിയല്ലോ. സ്മൃതി, ഞാനിതെങ്ങനെ തന്നോട് പറയാ? ദേ നിരുപേട്ട, എന്താന്ന് വെച്ച കാര്യം പറ. എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് താൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുവരെ ഞാനിത് തന്നോട് പറഞ്ഞിട്ടില്ല. വിവാഹം ഉറപ്പിച്ചതിന് ശേഷവും ഇനിയും ഞാനിത് തന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതാ. ഈശ്വര, നിരൂപേട്ടൻ എന്നാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി നിരൂപേട്ടന് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നാണോ പറയാൻ പോകുന്നത്? ഇവിടെ വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ട്. സ്മൃതി, ഐ ലവ് യു. അല്ല, ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? സ്മൃതി, ഇത് നോക്കിയേ, ഈ ഡിസൈൻ എങ്ങനെയുണ്ട്? നിരൂപേട്ട, ആർമീസ് നോക്കുന്നു. അയ്യോ, ആരും പോവല്ലേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോ ഞാനും നിരൂപേട്ടനും വന്നതിന്റെ കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതൊക്കെ അവർക്ക് മനസ്സിലായി സ്മൃതി. താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞേ. അപ്പോ അടുത്ത സൺഡേ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണ്. 11-നും 11:30 ഇടയിലാണ് മുഹൂർത്തം. അപ്പോ എല്ലാരും വരണം, അനുഗ്രഹിക്കണം. വരാൻ പറ്റാത്തവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പൊ ആരും പോവല്ലേ, കുക്കുവിനും നിരഞ്ജനും കൂടി എന്തോ പറയാനുണ്ടെന്ന്. അപ്പൊ ഇനി എൻഗേജ്മെന്റിന് കാണാം. ഡി കുരുപ്പേ, നീ എന്തിനാ എന്നെ വിളിച്ചോണ്ട് ഇവിടെ വന്നിരിക്കുന്നത്? ഓ, ഒന്ന് ചിലക്കാതിരിക്കണം മഴപ്പാറ്റെ. സിദ്ധാർത്ഥേട്ടന് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഓഹോ, ആ ഞരമ്പ് രോഗി എവിടെ പോയി? ദേ, എന്നെ കെട്ടാൻ പോകുന്ന ചെക്കനെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടല്ലോ, ഇടിച്ച് കീറിക്കളഞ്ഞ. ഏട്ടൻ ഇന്ന് ഹൈക്കോടതിയിൽ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്, അതുകൊണ്ട് പോയതാ. ഓഹോ, കേസല്ല വക്കീലിന് കേസോ? ഒന്ന് മിണ്ടാതിരിക്കടോ, എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ ജോലിയുണ്ട്. ആ ഓക്കെ മാഡം, പറഞ്ഞോ. അപ്പൊ ആർമീസ്, ഈ വരുന്ന സൺഡേ എന്റെയും സിദ്ധാർത്ഥേട്ടന്റെയും വിവാഹ നിശ്ചയമാണ്. കൂട്ടത്തിൽ എൻ്റെ ഏട്ടൻ്റെയും സ്മൃതി ഏട്ടത്തിയുടെയും. അപ്പോൾ എല്ലാവരും വരണം. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. എല്ലാവരും വരുമല്ലോ അല്ലേ?
ആഹാ പിന്നെ ആർമീസെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി അങ്ങ് വന്നേക്കണം കേട്ടോ. അവിടെ ഒരു അവിവാഹിതൻ കൂടെ ഉള്ളതാണ്. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. അയ്യടാ, അങ്ങേരുടെ ബിരിയാണി അത് മിക്കവാറും ഞാൻ കുഴിമന്തിയാക്കും. അപ്പം ആർമീസേ എല്ലാവരും വന്നേക്കണേ. എണീറ്റ് വാടോ. എന്തോന്ന് വായി നോക്കിയിരിക്കുക. 4 പെമ്പിള്ളേർ കൂടുന്നിടത്ത് നിന്ന് വായി നോക്കാൻ ഇയാളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വാടോ അങ്ങോട്ട്. ഡി ഡി നിന്നെ ഞാൻ